എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഇൻട്രോവേർട്ടുകളെ കുറിച്ചും എക്സ്ട്രോവേർട്ടുകളെ കുറിച്ചും ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഒട്രോവേർട്ട് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒട്രോവേർട്ട് എന്നത് ഒരു മെഡിക്കൽ ടേം ഒന്നുമല്ല. പക്ഷേ ഡോക്ടർ റാമി കാമിൻസ്കി എന്ന ഒരു സൈക്യാട്രിസ്റ്റ്, ന്യൂയോർക്ക് ബേസ്ഡ് ആയിട്ടുള്ള സൈക്യാട്രിസ്റ്റ് 2024-25 കാലഘട്ടങ്ങളിൽ നാമകരണം ചെയ്ത ഒരു വാക്കാണ് ഒട്രോവേർട്ട് എന്നുള്ളത്. ഒട്രോവേർട്ട്സ് എന്നാൽ സ്വന്തം സ്വകാര്യത ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിലും അവർക്ക് സോഷ്യലൈസ് ചെയ്യാനും മടിയില്ല. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളുമ്പോഴും അവര് ഉള്ളിൽ ഒരു ഇൻട്രോവേർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ പുറമെ സോഷ്യലൈസ് ചെയ്യുന്നതായിട്ട് തോന്നുമെങ്കിലും എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകും എങ്കിലും ഉള്ളിൽ അവര് അവരുടെ സ്വകാര്യത ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവരോടും സംസാരിക്കാനും ചിരിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. എന്നാൽ അവരുടെ ഉള്ളിൽ തന്റേതായ ഒരു സ്വകാര്യത അവരെപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ തോന്നുമെങ്കിലും വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇൻട്രോവേർട്ടിന്റെ സ്വഭാവമാണെങ്കിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് എക്സ്ട്രോവേർട്സിനെ പോലെ സോഷ്യലൈസ് ചെയ്യാൻ ഇവർക്ക് മടിയില്ല. ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവർക്ക് സോഷ്യലൈസ് ചെയ്യാൻ ഇഷ്ടമാണ്, ആൾക്കൂട്ടത്തിൽ ഇരുന്ന് സംസാരിക്കാനൊക്കെ ഇഷ്ടമാണ് എങ്കിലും ഒരുപാട് സമയം അവർക്ക് അങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ സോഷ്യൽ ബാറ്ററി പെട്ടെന്ന് അങ്ങ് ചോർന്നു പോകും. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞാൽ അവര് പിന്നെ ഉള്ളിലേക്ക് ഒതുങ്ങുന്നതായിട്ട് കാണാം. എല്ലാവരോടും ഒരുപോലെ അവർ സംസാരിക്കുമെങ്കിലും അവരുടെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് അത്രയും ക്ലോസ് ആയിട്ടുള്ളവരോട് മാത്രമായിരിക്കും, അല്ലെങ്കിൽ അത്രയും അടുത്ത സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ അത്രയും പ്രിയപ്പെട്ട വ്യക്തികളോടോ മാത്രമായിരിക്കും അവർ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത്. ഒട്രോവേർട്ട് ആയിട്ടുള്ള വ്യക്തികൾ ഒരേ സമയം സംഭാഷണങ്ങളിൽ പങ്കുചേരുകയും ചെയ്യും. അതുപോലെ തന്നെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിലും ഇവര് മിടുക്കരാണ്. ഒട്രോവേർട്ട് ആയിട്ടുള്ള ഒരു സ്വഭാവം സത്യത്തിൽ ഒരു ബ്ലെസ്സിംഗ് ആണ്. കാരണം ഏത് സാഹചര്യങ്ങളിലും അഡാപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പൊരുത്തപ്പെടാൻ ഇവർക്ക് ഈസി ആയിരിക്കും. ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ പോയാലും അവര് തന്റേതായ ഒരു സ്പേസ് കണ്ടെത്തും. ആൾക്കൂട്ടം അവർക്ക് ഒരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നില്ല. അവർക്ക് തന്റേതായ സ്പേസിൽ ഒതുങ്ങാൻ അവർക്ക് കഴിയും. അങ്ങനെ ഒരു അഡാപ്റ്റബിലിറ്റി അവർക്കുണ്ട്. മറ്റുള്ളവർ സംസാരിക്കുന്നത് കേൾക്കാൻ ഒരു മനസ്സ് ഇവർക്കുണ്ടായിരിക്കും. അതായത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനായിട്ടുള്ള ഒരു ഇൻട്രോവേർട്ടിന്റെ ഗുണം ഇവരിലുണ്ട്. എന്നാൽ ആശയങ്ങൾ മികച്ച രീതിയിൽ പങ്കുവെക്കാൻ ഒരു എക്സ്ട്രോവേർട്ടിന്റെ ക്വാളിറ്റിയും ഇവരിൽ കാണാം. വെറുതെ ഒരുപാട് സംസാരിക്കാതെ എന്നാൽ ഡീപ്പ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് സൂക്ഷിക്കാൻ ഇവർക്ക് കഴിവുണ്ട്. അതായത് അവർ വളരെ ജെനുവിൻ ആയിരിക്കും. പുറമേ ഉള്ള ഒരു എക്സ്റ്റേണൽ ഷോ ഓഫിനൊന്നും ഇവര് അധികം നിൽക്കാറില്ല. പക്ഷെ ഇവർ വളരെ സിൻസിയർ ആയിരിക്കും, വളരെ ജെനുവിൻ ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടൊരു ഇൻട്രോവേർട്ട് അല്ല, അതുപോലെ തന്നെ പൂർണ്ണമായിട്ടൊരു എക്സ്ട്രോവേർട്ടും അല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു ഒട്രോവേർട്ട് ആയിരിക്കും. നിങ്ങളിൽ എത്ര പേർക്ക് ഈ ഒരു ഒട്രോവേർട്ട് ക്യാരക്ടർ ഉണ്ടെന്ന് താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.